വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന രണ്ട് തരത്തിലുള്ള പഴങ്ങൾ കൊണ്ടുള്ള ഒരു പായസമാണ്. അതിന് പൈനാപ്പിളും അല്പം ചെറുപഴങ്ങൾ, വീട്ടിലെ നമ്മുടെ കുടിക്കൊലകൾ ഇന്ന് കിട്ടുന്ന ചെറുപഴങ്ങളുമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞ് മാറ്റി വെച്ച് ഒരു ഉരുളി അടുപ്പേ വെച്ച്, അലുമിനിയം ഉരുളിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഓടൊന്നും ഉള്ളതില്ല. അതിനകത്ത് പഞ്ചസാര മെൽറ്റ് ചെയ്ത ശേഷം തേങ്ങാപ്പാലും പഴങ്ങളും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്നുണ്ട്. ഉടച്ചെടുത്ത് അത് തിളയ്ക്കുന്ന പരിവാണ്. അത് കഴിഞ്ഞ് ഉടഞ്ഞ ശേഷം നല്ല ചുമന്ന് അതെല്ലാം കൂടെ ഉടഞ്ഞ് ഈ മെൽറ്റ് ചെയ്ത പഞ്ചസാരയുടെ എല്ലാം കൂടെ കളർ നല്ലൊരു റോസ് നിറം ഈ പായസത്തിന് വരുന്നുണ്ട്. നല്ല ടേസ്റ്റായി ഈ പായസം. നിങ്ങൾ വെച്ച് നോക്കണം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. ഒന്നാം പാൽ ഇച്ചിരി ഏറെ കാണും. അതൊന്ന് തിളച്ച് നന്നായിട്ട് കുറുകി പറ്റി വരണം. എന്ന ശേഷം വേണം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാൻ. അതാ ഒഴിക്കുമ്പോൾ വീണ്ടും ഇത് ലൂസാകും. വീണ്ടും ഇതിനെ ഇളക്കി കുറുകണം. നല്ല കൂട്ടി കുറുകി വരണം. ഏലക്ക ചതച്ചതും ജീരകപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ഞാൻ തലപ്പാലിനകത്ത്, അത് ആദ്യം പിഴിഞ്ഞെടുത്ത പാലിനകത്ത് ഞാൻ തേങ്ങാപ്പാലിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങാക്കൂട്ടും കൂടെ ഞാൻ വറുത്ത് ആദ്യം മാറ്റിയായിരുന്നു. നല്ല കൂട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം ഇതിനകത്ത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കട്ട തീരെ ഇല്ലായിരിക്കും. കാരണം അതിനകത്ത് വലുതായിട്ടൊന്നും, പിന്നെ ഇടയ്ക്കൊക്കെ 1-2 കഷ്ണങ്ങളൊക്കെ അതിനകത്ത് കിടക്കും. കാരണം അത്രയ്ക്കും ഉടയത്തില്ല. അത് 3-4 കഷ്ണമൊക്കെ കാണും. അതൊന്നും സാരമില്ല. ഈ പാലിനകത്ത് വേകുന്നതുകൊണ്ട് തന്നെ നല്ല സ്വാദായിരിക്കും. നല്ല ടേസ്റ്റും ആട്ടോ ഈ പായസം. നിങ്ങൾ വെച്ച് നോക്കണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. ഇത് കാണണം. കുറുകി വന്നിട്ടുണ്ട് പായസം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയിട്ട് വേണം അതിനകത്തോട്ട് പിന്നെ തലപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുക്കുമ്പോൾ എടുത്ത ശേഷം വാങ്ങി വെച്ച ശേഷം വേണം ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്. അല്ലാതെ അത് ഇട്ടിട്ടിങ്ങ് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒന്നാമത്തെ ആദ്യം ചേർത്തു. ഒന്നാമത്തെ പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത് സെപ്പറേറ്റ് ഞാൻ മാറ്റി അതെല്ലാം ഒന്ന് ഇളക്കി അങ്ങ് ചേർക്കുക സാധാരണ ഞാൻ ചെയ്യുന്നത്. പക്ഷേ ഞാനത് വേറെ ഇട്ട് ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ടോ അങ്ങനെ ഇട്ടത്. അതായത് നമ്മൾ ഇതിനകത്തോട്ട് ഓരോ സ്പൂണ് പൊടികൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. 3-4 ഏലക്ക ചതച്ചതുമാണ് ഇട്ടേക്കുന്നത് കേട്ടോ. 1 സ്പൂണ് ചുക്കുപൊടിയും 1 സ്പൂണ് ജീരകപ്പൊടി, ഏലക്ക ചതച്ചതും കൂടെ ഞാൻ ഇട്ട് ഇളക്കി വാങ്ങി വെച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങാക്കുട്ടും കൂടി ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റായി പായസത്തിന്. ഇത് പൈനാപ്പിളും ചെറുപഴങ്ങളും മാത്രമേ, ഏത്തക്കാപ്പഴം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അത് കൂടെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും ചെറുപഴത്തെക്കാട്ടിലും നല്ലത്. പിന്നെ ചെറുപഴമായാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഏത്തക്ക ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ. കണ്ടോ, അടിപൊളി പായസമല്ലേ. നല്ല പിങ്ക് കളറുള്ള അടിപൊളി പായസമാണ്.